ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങളുടെ മോളുടെ ബർത്ത്ഡേ ആഘോഷം കരുണാലയത്തിലെ അമ്മമാരോടൊപ്പം ആകാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഉള്ള സഹായങ്ങളൊക്കെ നമ്മുടെ അരുൺ ചെയ്തു തരികയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു നല്ല അനുഭവമാണ് ഞങ്ങൾക്ക്. തുടർന്നുള്ള നാളുകളിലും ഇതേപോലുള്ള ഒത്തുകൂടലിന് ഞങ്ങൾക്ക് അവസരമുണ്ടാവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായി നിങ്ങളെവരുടെയും സഹായം ഇനിയും ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും സഹകരിച്ചവർക്കും മറ്റുള്ള സഹായങ്ങൾ ചെയ്തവർക്കുമെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. വളരെ സന്തോഷം. ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ കർണാലയത്തിലെ അമ്മമാരോടൊപ്പം അവിടെ പങ്കെടുക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കാറില്ല. കാരണം ആ അമ്മമാരോടൊപ്പം ഇരിക്കുന്ന വേള ഇന്ന് എന്നോട് ബിജു നമ്മളെ പട്ടാളം എന്നെ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു കുടുംബം നമ്മുടെ കാരുണ്യ ഭോജന പദ്ധതിയിലൂടെ നമ്മൾ ചെയ്യുന്ന ആ പദ്ധതി ഇന്ന് കർണാലയത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞു. തീർച്ചയായും ഞാൻ എത്തുമെന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മളെ ഇങ്ങനെ അമ്മമാരോടൊപ്പം ചിലവഴിക്കാൻ കിട്ടുന്ന സമയം ആ കുടുംബം ഇവിടെ തന്നെ കണ്ടെത്തിയതിൽ ഇവിടെ കണ്ടെത്താൻ വഴിയൊരുക്കിയത് സർഗേറിയാണ്. അപ്പോൾ സർഗേറി നാട്ടിൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് പറയുന്നില്ല. കാരണം വളരെ വിശദമായി തന്നെ ജയൻ പോത്തങ്കോട് ചേട്ടൻ ഇവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാരണം എല്ലാ മേഖലയിലും അവരുടെ കയ്യൊപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ആ നാട്ടിൽ അവരുടെ സാധാരണ സമിതികളൊക്കെ ചെയ്യുന്ന ഒരു കുറേ പൈസ കണ്ടെത്തി ഒരു വാർഷികം നടത്തി ഒരു പരിപാടി നടത്തി പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല. നാട്ടിൽ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുറേ ചെറുപ്പക്കാർ. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, അവിടെ 10 വയസ്സ് മുതൽ 70 വയസ്സുള്ള ആൾക്കാരാണ് അതിൻ്റെ ഭാരവാഹികൾ എന്ന് പറയുന്നത്. അതാണ് രസം. കാരണം വരും തലമുറയും കൂടി അതിലേക്ക് കടന്നു വരുന്ന ഇത് നടത്തിക്കൊണ്ട് പോകാൻ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു തലമുറ. അതിനാണ് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എന്തായാലും ബേബിച്ചായൻ കുടുംബത്തിനും നല്ലത് തരട്ടെ എന്ന് ആശംസിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇനിയും ആഘോഷങ്ങൾ പങ്കെടുക്കുവാൻ തീർച്ചയായും അദ്ദേഹം ഇവിടെ എത്തുമെന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ നമ്മുടെ എല്ലാവരും സന്തോഷം. തീർച്ചയായും ആ കുടുംബത്തിനും സർഗകളിലേക്കും എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.